Hence, ലാസ്റ്റ് ഡേ നമ്മൾ പഠിച്ച് നിർത്തിയത് ഹൗ ടു പ്രിവെൻറ്റ് ദ ഫെയിലിയേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഒന്ന് നമ്മൾ പുതിയ രീതിയിൽ എടുത്തു, പക്ഷേ എന്നിട്ടും ഫെയിലിയേഴ്സ് എങ്ങനെ വന്നു, അതെങ്ങനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും, ദാറ്റ് വാസ് ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് ലെക്ചർ. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ഹൗ ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ മെഷർ ടു പ്രിവെൻറ്റ് ദിസ് ഫെയിലിയേഴ്സ് സോ ദാറ്റ് ഇറ്റ് ഈസ് പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുതിയതൊന്ന്. സോ വാട്ട് ഈസ് പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ, ദാറ്റ് ഈസ് ടു ബി ഡിസ്കസ്. What is the term innovation means to renew or to change? That is innovatio. It's a Latin word from which the term innovation is derived, and it means to renew or to change. അപ്പോൾ സെൻട്രൽ മീനിങ് എന്ന് വെച്ചാൽ നമ്മളൊരു ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മുടെ പ്രൊഡക്റ്റിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു റിന്യൂവൽ കൊണ്ടുവരിക, അതിനെയാണ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്രിയേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ ഇംപ്രൂവ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ എൻ എക്സിസ്റ്റൻറ്റ് പ്രൊഡക്റ്റ്. ഒരു ന്യൂ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻറ്റ് പ്രൊഡക്റ്റിൽ പുതിയ ഇന്നോവേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ഒരു ഐഡിയ കൊണ്ടുവരുന്നതിനോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും മര്യാദയ്ക്കല്ല സെല് ചെയ്യുന്നത്, ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് റീച്ചിങ് അപ് ടു ദ മാർക്ക് വി ആർ എക്സ്പെക്ടിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം അവർ പ്രൊഡക്റ്റ്, ബട്ട് സ്റ്റിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ദാറ്റ് പ്രോഫിറ്റ് വി വിൽ റിന്യൂ ദ പ്രൊഡക്റ്റ് ഓഫ് ഡു സം മോഡിഫിക്കേഷൻ ഇൻ ദ പ്രൊഡക്റ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഗെയിൻ എ ഗ്രേറ്റർ മാർക്കറ്റ് ഷെയർ. ഓക്കെ, സോ ഇറ്റ്സ് one of the need, that is to increase the sales and profit. Second one, to increase the competitive advantage, that is some product കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കണം. ബാക്കി ഒരു കോമ്പറ്റീറ്ററിന് പറ്റാത്ത രീതി നമുക്ക് അവരുടെ മനസ്സിന് കീഴടക്കാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് സം യുണീക്നെസ് ഇൻ അവർ പ്രൊഡക്റ്റ് അതർ ദാൻ ദാറ്റ് ഓഫ് ദി competitor. It is called the competitive advantage. That is to increase the competitive advantage we are doing some product innovation. Third one is offering more benefit. അഡീഷണൽ ബെനിഫിറ്റ്സ് എന്തെങ്കിലും നമ്മൾ പ്രൊഡക്റ്റിന് കൊടുക്കുന്നത്. നോർമലി ആ പ്രൊഡക്റ്റ് എന്താണ്, ഇപ്പോൾ ഒരു ഷാമ്പൂൻ്റെ പരസ്യമാണ്. ഷാമ്പൂ നമുക്കറിയാം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാഷിംഗ് our hair and it will protect our hairs from the dust. But in addition, we will see in the some products, it will prevent the hair fall, will prevent the dandruff. Like that, we are giving some additional benefit to the same product. In that case, it means we are doing some innovation in our product. പുതിയ ഇന്നോവേഷൻ, സ്പ്ലിറ്റ് ഹെയർസ് ഉണ്ടാവില്ല, താരൻ ഉണ്ടാവില്ല, ദാറ്റ് ഇസ് ഡാൻഡ്രഫ് ഉണ്ടാവില്ല. അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ മാറ്റി മാറ്റി പറയുന്നു. അങ്ങനെ പുതിയ ഇന്നോവേറ്റീവ് മെത്തേഡ്സ് അതിനകത്ത് കൊടുക്കുന്നു, പുതിയ ബെനിഫിറ്റ്സ് കൊടുക്കുന്നു. ഓൺ പർച്ചേസ് ഓഫ് ദി സെയിം പ്രൊഡക്റ്റ് യു വിൽ ബി ഗെറ്റിംഗ് സം എക്സ്ട്രാ ബെനിഫിറ്റ് ദാറ്റ് ഇസ് ബീങ് ടോൾഡ് ത്രൂ ദിസ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റെഡ്യൂസിങ് കോസ്റ്റ്. എന്നുവെച്ചാൽ ബെറ്റർ വേസ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ മെത്തേഡ് വെച്ച് നമുക്ക് ഭയങ്കര പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെങ്കിൽ വി ആർ ഡൂയിങ് സം അതർ ഓൾട്ടർനേറ്റീവ് വേസ് ഇൻ വിച്ച് വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദാറ്റ്ബൈ ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ദാറ്റ് ഇസ് കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെയിൽസിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവും. ദാറ്റ് ഇസ് സെയിൽസ് minus cost will be the profit. If the sales is more and the cost of production is very less, then the profit will be more. That is the fourth thing. And the fifth one is improving quality. Sometimes our quality of production or the technology used or the raw materials is not good. So we are doing some of the innovation methods in which we are including some new quality products as the raw materials or some quality equipments for the manufacture of our product. It is thus resulting in the improvement of the quality of the product. So these are the major ways or the major needs of product innovation. First, increasing the sales and profit. Second, increasing the competitive advantage. Third, offering more benefits like any extra benefits. Normal product extra benefits. Fourth, reducing the cost of production. Fifth, improving the quality of the product. Okay, these are the major needs of പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. പ്രൊഡക്റ്റ് ഇന്നോവേഷൻ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓർ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, എവറിത്തിങ് വി ക്യാൻ സേ ദീസ് പോയിൻറ്റ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചാലും എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗോൾസ്, വാട്ട് വി ആർ എയിമിങ് അറ്റ് എന്ന് എന്ത് ചോദിച്ചാലും ഇതാണ് കാരണം. ദാറ്റ് ഇസ് ദിസ് ഇസ് എ നീഡ് ഓഫ് ദിസ് ഇസ് എ പേർപ്പസ് ദാറ്റ് വി ഡു പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. So we have ended, that is what is product innovation. And before going into our main subject, that is a brand, we want to know what is meant by product mix and product line also.
സോ വാട്ട് ഈസ് ദിസ് പ്രൊഡക്റ്റ് മിക്സ്? ആ പ്രൊഡക്റ്റ് മിക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? അത് ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും, മാനുഫാക്ചർഡ് ഓർ ട്രേഡഡ് ബൈ എ ഫേം to strengthen its presence in the market, increase its market share and increase the sales turnover for profitability. ഒരു സെറ്റായിരിക്കും കുറേ പ്രൊഡക്ട്സിൻ്റെ ഒരേ സെല്ലർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരേ മാനുഫാക്ചർ ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ഫിലിപ്പ് കോട്ട്ലർ ആസ് product mix is a set of all product lines and items that a particular seller offers for sales to buyers. ഒരേ മാനുഫാക്ചറിൻ്റെ ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് ദാറ്റ് വിൽ ബി കോൾഡ് ദ പ്രൊഡക്റ്റ് മിക്സ്. സോ വാട്ട് ഈസ് എ പ്രൊഡക്റ്റ് ലൈൻ? നമുക്ക് പറയാം പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ പല പല പ്രൊഡക്റ്റ് ലൈൻസിൻ്റെ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിൻ്റെ ഒരു മിക്സ് ആണെന്ന്. അപ്പോൾ അതിനെന്താ പ്രൊഡക്റ്റ് ലൈൻ എന്നറിയണ്ടേ? സോ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഒരേ പേർപ്പസിനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് which are sold to the same customer group or follow the same distribution channel or fall under a specified പ്രൈസ് റേഞ്ച്. ഇതിനെയൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഒരു HUL എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കമ്പനി, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെയുണ്ട്. സോ ദ ടോട്ടൽ പ്രൊഡക്ട്സ് കോസ്മെറ്റിക് ഐറ്റംസിൽ നമുക്ക് എന്തൊക്കെ വരും? ലോഷൻസ് വരാം, പെർഫ്യൂം വരാം, ലിപ്സ്റ്റിക് വരാം, നെയിൽ പോളിഷ്, creams, eyebrow pencils, like everything will be there. So every cosmetic items comes under a category called as product line. Such product lines category will be called as product mix. HULൻ്റെ എല്ലാ പ്രൊഡക്റ്റ് ലൈൻസും കൂടെ ചേരുമ്പോൾ അത് പ്രൊഡക്റ്റ് മിക്സ് ആകും. എന്നാൽ കോസ്മെറ്റിക്സ് ഉണ്ട്, പിന്നെ അതല്ലാതെ ലോണ്ട്രി പർപ്പസ്, ഇപ്പം കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്തിടാൻ യൂസ് ചെയ്യുന്നത്, അതല്ലാതെ ബാത്ത് മീൻസ് സോപ്സിൻ്റെ കാറ്റഗറി ഉണ്ടാവും, അതുപോലെ പല പല കാറ്റഗറി ഉണ്ടാവും. അല്ലെങ്കിൽ ബേബി പ്രൊഡക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ ബേബി പ്രൊഡക്റ്റിനുള്ളിൽ തന്നെ പലതില്ലേ, ഓയിലുണ്ട്, ക്രീംസ് ഉണ്ട്, വൈപ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ലൈൻ. സോ ബേബി പ്രൊഡക്ട്സ്, ദെൻ കോസ്മെറ്റിക്സ്, ദെൻ സോപ്സ്. These are the 3 product lines. A combination of 3 product lines can be called a product mix. So this is the difference between a product mix and product line. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ഓക്കെ, ദറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ പ്രൊഡക്റ്റ് ലൈൻസിനെ കോൾഡ് ആസ് പ്രൊഡക്റ്റ് മിക്സ്, വൈൽ the similar products which comes under the same purpose or sold to the same customer or within the same price range, everything can be called as a product line. So നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പഠിച്ചു. നൗ വി ആർ മൂവിങ് ഓൺ ടു അവർ മെയിൻ സബ്ജക്ട്, ദാറ്റ് ഇസ് what is brand, what is branding, what is its purpose, what is the nature, everything is going to be discussed here. So first, according to the American Association, that is American Marketing Association, അതാണ് AMA, they have defined brand as it's a name, term, sign, symbol or design or a combination of them which is intended to identify the goods or services of one seller or a group of sellers and to differentiate them from those of competitors. ബ്രാൻഡ് എന്ന് കേൾക്കുമ്പോൾ അറിയാം അത് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഐഡിയ എന്തെങ്കിലും പേരിലോ അല്ലെങ്കിൽ ഒരു ലോഗോയിലോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനെ റെപ്രസെൻറ്റ് ചെയ്തൊരു ഫിഗറോ എനിത്തിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബ്രാൻഡ്. ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സൈൻ ആവാം, പേരാകാം, ഓർ സിംബൽ ഓർ ഡിസൈൻ ഓർ കോമ്പിനേഷൻ ഓഫ് ദോസ്. ബട്ട് ഇറ്റ് ഈസ് intended to identify our products, that is the goods and services of one seller or a group of seller from others, that is competitors in differentiate ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റിനെ എന്തെങ്കിലും ഒരു സിമ്പൽ കൊണ്ടോ പേര് കൊണ്ടോ അല്ലെങ്കിൽ ബോത്ത് യൂസ് ചെയ്തോ നമ്മൾ സെപ്പറേറ്റ് ആക്കി വയ്ക്കുന്നു, യുണീക്ക് ആക്കി വയ്ക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് എ ബ്രാൻഡിങ്. ഓക്കെ, so this is what is called a brand. So you want to study what is the definition of brand and want to get a small idea about that. So that is, it can be a name or a term or a sign or symbol or design or a combination intended to identify our products, that is the goods and services of one seller or a group of seller from the competitors by differentiating them. Okay, this is called a brand. So what is the nature of brand? ഈ ബ്രാൻഡ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡഡ് ആക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് വൺ, ടാർജറ്റബിലിറ്റി. ദാറ്റ് ഈസ് എപ്പോഴും ബ്രാൻഡഡ് പ്രൊഡക്റ്റിന് ഒരു ടാർജറ്റ് മാർക്കറ്റിനെ റീച്ച് ചെയ്യണം. ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമർ ഉണ്ട്, നമുക്കറിയാം നമ്മുടെ ഈ ബ്രാൻഡ് വാങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആയിരിക്കും. സോ അവരിലേക്ക് തന്നെയായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റീച്ച് എത്തേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ലക്ഷറി കാർ റോൾസ് റോയ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. ഒരു കാറ് കസ്റ്റമൈസ്ഡ് ആയിരിക്കും അത്. സോ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ്
or it is manufactured for a prestige group of customers. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളുടെ ഉദ്ദേശം ആ ടാർഗറ്റ് ഗ്രൂപ്പായ പ്രസ്റ്റീജ് ഒരു ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലാതെ നോർമൽ എക്കണോമിക് ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലാന്ന് നമുക്കറിയാം. സോ അവർ പ്രൊഡക്റ്റ് ഷുഡ് ബി ഡിസൈൻഡ് ഓർ അവർ ബ്രാൻഡ് ഷുഡ് ബി ടാർഗറ്റഡ് ടു ദി കാറ്റഗറി ഓഫ് പീപ്പിൾ ദാറ്റ് വി ആർ ഇൻറ്റൻഡഡ് ടു ടാർഗറ്റ്. നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരിലേക്ക് തന്നെ അത് മൂവ് ചെയ്തിരിക്കണം. സോ ഇറ്റ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് need, that is or nature, targetability. Okay, companies often use these demographics such as age, income or education as these target elements. എപ്പോഴും നമ്മൾ ഏത് സ്ഥലത്തെ എന്ത് ലൈഫ് സ്റ്റൈൽ, അവരുടെ എക്കോണമി എന്ത്, എഡ്യൂക്കേഷൻ എന്ത്, അവരുടെ ബൈയിങ് പാറ്റേൺസ് ഉണ്ട്, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും ടാർഗറ്റബിലിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് സെറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ, അവെയർനെസ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ്സ് എ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു ആർ അവെയർ ഓഫ് എ പെർട്ടിക്കുലർ ബ്രാൻഡ്. എത്ര ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റിനെ അറിയുന്നു, അതായിരിക്കും അനദർ ക്യാരക്ടേഴ്സ്. നമ്മളുടെ പ്രൊഡക്റ്റ് എപ്പോഴും ആൾക്കാർക്ക് അറിയുന്നൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. സോ കമ്പനീസ്, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിക്ക് അവരുടെ ബ്രാൻഡ് അവെയർനെസ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ബിക്കോസ് ഇപ്പോൾ ആപ്പിൾ ഫോൺസ് ഓർ ലാപ്ടോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അറിയാം, അത് ഭയങ്കര ബ്രാൻഡ് പ്രൊഡക്റ്റാണ്. ഇറ്റ് ഈസ് ഹാവിങ് ഓൾ ക്വാളിറ്റി, ഇറ്റ് ഈസ് വെരി പ്രസ്റ്റീജ് ഗ്രൂപ്പ് ഫോൺസ് ഓർ ദ ലാപ്ടോപ്സ് ദാറ്റ് വി ആർ വെരി വെൽ നോൺ. ഓക്കെ, അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരില്ല. ബട്ട് അതർ കമ്പനീസ് നീഡ് ടു എക്സ്റ്റാബ്ലിഷ് ദോസ്, അവെയർനെസ് കൊടുക്കണം ആ ബ്രാൻഡിനെ പറ്റി. സാധാരണ ഒരു കമ്പനി ഇപ്പം സാധാരണയെന്ന് വെച്ചാൽ ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് കുറേ ഉള്ളൊരു കമ്പനിയാണെന്ന് വെച്ചോ, സോപ്പിൻ്റെ കമ്പനികൾ ലക്സ് ഉണ്ട്, പിയേഴ്സ്, ഡൗ, ദർ ആർ മെനി ടൈപ്സ് ഓഫ് കമ്പനീസ്. സോ ദേ വോണ്ട് ടു ഇംബിൽഡ് അവർ ബ്രാൻഡ് ഇമേജ് ഓൺ ദി മൈൻഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. വേറൊരു ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമറിൻ്റെ ഇടയിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് അവരെ മാറ്റാനുള്ള കഴിവുണ്ടാവണം. അവെയർനെസ് അതുകൊണ്ടാണ് മീൻ ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ ടെലിവിഷൻ, റേഡിയോ, മാഗസീൻ, ന്യൂസ് പേപ്പർ ഓർ ഇൻ്റർനെറ്റ് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബ്രാൻഡായിട്ടുള്ള ലോഗോയും അല്ലെങ്കിൽ അതിൻ്റെ പേരും ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ബ്രാൻഡ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ദ സെക്കൻഡ് വൺ, ദാറ്റ് ഇസ് അവെയർനെസ്. തേർഡ് വൺ, കൺസിസ്റ്റൻസി. പക്ഷേ ബ്രാൻഡ്സ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അവർ എക്സിസ്റ്റൻസ് ആയിരിക്കണം. അല്ലാതെ ഒരു ബ്രാൻഡഡ് പ്രൊഡക്ട്സ് കുറച്ച് നാൾ കഴിയുമ്പോൾ പോകുന്നതല്ല. കസ്റ്റമറിന് ആ പ്രൊഡക്റ്റ്, ആ ബ്രാൻഡ് തന്നെ കണ്ടിന്യൂസ് യൂസിന് വേണ്ടിയിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലീനർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വാങ്ങുന്നു, ഒരു ലോഷൻ എന്ന് പറയത്തില്ലേ, അപ്പം ഇറ്റ് ഈസ് റിട്ടൺ ലൈക്ക് ഇറ്റ് വിൽ റിമൂവ് ഗ്രീസ്, ഇറ്റ് വിൽ റിമൂവ് ദാറ്റ്, it is discussed, but we will purchase that product only if that product sustains in the market. മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ മാത്രമേ നമ്മളത് വാങ്ങൂ. അതല്ലാതെ ഇന്ന് വന്ന് നാളെ പോകുന്നൊരു ബ്രാൻഡിനെ നമ്മൾ പ്രിഫർ ചെയ്യില്ല. സോ ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്, ദറ്റ് ബ്രാൻഡ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്, ഓൺലി ദെൻ ഇറ്റ് ക്യാൻ ലീഡ് ടു ഹയർ പർച്ചേസ് ബൈ ദ കസ്റ്റമേഴ്സ്. ഓക്കെ, ഇത് എന്തെങ്കിലും കൊണ്ട് ഇപ്പം ഒരു ഗ്രീസ് സ്റ്റെയിൻ മാറ്റുന്നൊരു ക്ലീനറാണ് എന്നുള്ളതുണ്ട്, ബട്ട് കസ്റ്റമർ അത് വാങ്ങിയിട്ട് ഒരു വർഷമോ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റിന് ആ മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റേ ഇല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടമാവുന്നു. സോ എവറി ടൈം ദ ബ്രാൻഡ് ഷുഡ് ബി വെൽ എസ്റ്റാബ്ലിഷ് ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ലാസ്റ്റ് ഫോർ സം ഇയേഴ്സ്, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്റ്റിങ്റ്റീവ് ഡിസൈൻ. ഡിസ്റ്റിങ്റ്റീവ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു സോപ്പ് എന്നുള്ളത് എക്സൽ, അതുപോലെ വിം, ടൈഡ്, സൺലൈറ്റ്, ഇങ്ങനെ പല പല ബ്രാൻഡ്സ് ഉണ്ട് സോപ്പ് പൗഡറിൻ്റെ. പക്ഷേ ഇവരുടെയൊക്കെ ഡിസൈൻസ് വ്യത്യാസമായിരിക്കും. ഡിസ്റ്റിങ്റ്റീവ് ഡിസൈൻ ഓഫ് അഡ്വർടൈസിങ് ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. ഒരാൾക്കാരുടെ അതേ മെത്തേഡിലല്ല അടുത്ത ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ ടൈഡിൻ്റെ പരസ്യം കേൾക്കുമ്പോൾ നമുക്കറിയാം, അത് നമ്മൾ കാണാറുണ്ട്, ഇങ്ങനെ തുടച്ച് വെളുപ്പിച്ച് കഴിക്കുന്ന രീതിയിലുള്ളൊരു പരസ്യം കാണിക്കും. ബട്ട് ഫോർ എക്സൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. they will be using washing machine അങ്ങനെ ബേസിലെടുക്കും. ഫോർ സൺലൈറ്റ് they will be concentrating on the odor. അങ്ങനെ പല കമ്പനികളും ഒരേ പ്രൊഡക്റ്റ് ആണെങ്കിൽ അവരുടെ സ്വന്തമായുള്ള ഡിസ്റ്റിങ്റ്റീവ് ഡിസൈൻസ് ഉണ്ട്. സോ അത് എവിടെയെങ്കിലും കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബ്രാൻഡ് മനസ്സിലാക്കാൻ പെട്ടെന്ന് മനസ്സിലാവും. ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ, ഡിസ്റ്റിങ്റ്റീവ് ഡിസൈൻ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ലോയൽറ്റി. ദാറ്റ് ഈസ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആണ് ഒരു ബ്രാൻഡിൻ്റെ. എന്നുവെച്ചാൽ ആ പെർട്ടിക്കുലർ ബ്രാൻഡ് തന്നെ വാങ്ങുള്ളൂ എന്നുള്ളത് കസ്റ്റമർ ഉറപ്പിക്കുന്നത്. അത് ഒരു ബ്രാൻഡിൻ്റെ നേച്ചറാണ്. ദാറ്റ് ഈസ് ലോയൽറ്റി. ഇപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റിനും അല്ലെങ്കിൽ ക്ലോത്തിങ്ങിനും നമ്മൾ കുറേ ഒന്നും
തികയാൻ നിൽക്കത്തില്ല. നമുക്കിഷ്ടമുള്ളൊരു ബ്രാൻഡ് കോൾഗേറ്റ് വാങ്ങിയാൽ മതി. വി വിൽ നോട്ട് ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ ഓർ വി വിൽ നോട്ട് ബി സ്വിച്ചിങ് ഓൺ ടു എനി അതർ പ്രൊഡക്റ്റ് ആൻഡ് ടെസ്റ്റ് ഇസ് ക്വാളിറ്റി. അങ്ങനെ നമ്മൾ മാറാറില്ല. ദാറ്റ് ഈസ് one thing, that is brand loyalty. These are the nature of brand: targetability, awareness, consistency, distinctive design, and last, loyalty. Now moving on to the functions of brand. Or a brand in എന്തൊക്കെയാണ് functions ഉള്ളത്? First one is related to consumers. Consumers related ആയിട്ട് എന്തൊക്കെ ഫംഗ്ഷനാണ്? First one, identification of product sources. The one who have prepared our product or who have manufactured our product is identified using the brand. ആ ബ്രാൻഡ് നെയിം വെച്ച് നമ്മൾ മനസ്സിലാക്കും നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് ആരാണ്. ഹൂ ഇസ് ദ റിയൽ മാനുഫാക്ചർ ഓർ പ്രൊഡ്യൂസർ ഓഫ് our product. It can be discussed or it can be understood related to the consumers. കൺസ്യൂമേഴ്സിന് അതാണ് അറിയേണ്ടത്, ആരാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, നമുക്ക് ഇഷ്ടപ്പെട്ട ഈ പ്രൊഡക്റ്റ് ആരുടെയാണ്. സോ the brand name will help in giving that idea. Second, assignment of responsibility to പ്രൊഡക്റ്റ് മേക്കർ. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ആൾക്കായിരിക്കും ഫുൾ അതോറിറ്റി, ഓർ ഹീ വിൽ ബി ഓതറൈസ്ഡ് ടു ഗീവ് ദ ഹോൾ റെസ്പോൺസിബിലിറ്റി. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് നല്ലതുണ്ടായാലും ആ ബ്രാൻഡ് ഉണ്ടാക്കിയ ആൾക്കായിരിക്കും ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. ദാറ്റ് ഇസ് എ സെക്കൻഡ്. അപ്പോൾ കസ്റ്റമറിനെ എന്തെങ്കിലും കാര്യം അറിയിക്കണമെങ്കിൽ അയാളിലേക്ക് നേരിട്ട് അറിയിക്കാൻ ഉള്ള റൈറ്റ് ഉണ്ട്, ബിക്കോസ് ഹീ ഈസ് ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്രൊഡക്റ്റ്, ഓക്കെ, ഓർ ഇൻ ദാറ്റ് ബ്രാൻഡ്. തേർഡ് വൺ ഇസ് റിസ്ക് റെഡ്യൂസർ. കൺസ്യൂമറിന് എപ്പോഴും അറിയാം ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഇവരാണ്. സോ എനി കേസ് വി വിൽ ബി അപ്രോച്ചിങ് ദം, ഓർ ആസ് ദേ ആർ ഹാവിങ് എ ഹയർ ക്രെഡിബിലിറ്റി ഇൻ ദി സൊസൈറ്റി, ദ പ്രൊഡക്റ്റ് വിൽ ബി ഓഫ് സൗണ്ട് ക്വാളിറ്റി. ഇപ്പം നമുക്ക് കാഡ്ബറിയുടെ ഒരു പ്രൊഡക്റ്റായിട്ടൊരു ചോക്ലേറ്റ് കിട്ടി. സോ വി നോ ദാറ്റ് ദ ചോക്ലേറ്റ് ഇസ് ഗുഡ് ബിക്കോസ് ദ കമ്പനി ഓർ ദ ബ്രാൻഡ് ഇസ് കാഡ്ബറീസിൻ്റെ അല്ലേ. അപ്പോൾ പിന്നെ പേടിക്കേണ്ട, പുതിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. Or if it is of Lloyd or Blue Star എന്ന് പറഞ്ഞ കമ്പനിയുടെ AC ആണ് നമ്മൾ വാങ്ങിയത്. As Blue Star is a well-known company, we know that they will be always ethical in their operations. We will purchase the same product. There is no confusion, or our risk is automatically reduced. That is the third one related to consumers. Fourth one is search cost reducer. That is amount of money spent by the consumer or exploring new various product is reduced. പക്ഷെ ഒരു പ്രൊഡക്റ്റ് പല കാര്യങ്ങളിങ്ങനെ നോക്കേണ്ടി, ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ പല പ്രൊഡക്റ്റുകൾ കാണും. എന്നിട്ട് ഇതിനകത്ത് ഏത് വേണമെന്ന് തപ്പി നമുക്ക് കുറേ നഷ്ടം വരുന്നുള്ളൂ. ദാറ്റ് ഈസ് കോസ്റ്റ് വിൽ ബി ഇൻക്രീസിങ്. ഓരോടത്ത് പോയി ഓരോ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞ് വരുമ്പോൾ ദ കോസ്റ്റ് വിൽ ഇൻക്രീസ്. സോ ഇഫ് ഇറ്റ് ഇസ് എ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് വി ക്യാൻ ബൈ ബ്ലൈൻഡ്ലി, ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. വി നോ ദാറ്റ് ഇറ്റ്സ് ക്വാളിറ്റി വിൽ ബി ഹയർ. സോ ഇറ്റ് ഓൾവേസ് റെഡ്യൂസ് ദ കോസ്റ്റ് റിഡക്ഷൻ. നെക്സ്റ്റ് വൺ, പ്രോമിസ്, ബോണ്ട് ഓർ ഡീൽ വിത്ത് മേക്കർ ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ കൺസ്യൂമേഴ്സിന് ഉറപ്പാണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഉറപ്പാണ്, അവർക്കൊരു പ്രോമിസാണ്, ഒരു ബോണ്ടാണ്, ആ പ്രൊഡക്റ്റ് എപ്പോഴും നല്ലതായിരിക്കും, അതിനൊരു ദോഷം ഉണ്ടാവില്ല എന്നുള്ളത് ഒരു ബോണ്ട് പോലെയാണ് ഇഫ് ഇറ്റ് ഈസ് ഫ്രം എ ബ്രാൻഡഡ് കമ്പനി. നെക്സ്റ്റ് വൺ, സിംബോളിക് ഡിവൈസ്. ദാറ്റ് ഈസ് ഇത് എപ്പോഴും ഇലിസ്ട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പേരോ സൈനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും. സോ ഈസി ഐഡൻറ്റിഫിക്കേഷൻ പറ്റും. നമുക്ക് ആ പ്രൊഡക്റ്റിനെ പെട്ടെന്ന് കസ്റ്റമറിന് അറിയാം എനിക്ക് ആ പ്രൊഡക്റ്റാണ് വാങ്ങുന്നതെന്ന്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നിറയെ ആയിരിക്കും ഇരിക്കുന്നത്. ബട്ട് വി നോ ദ ഫീച്ചേഴ്സ്, വാട്ട് ഈസ് ദ ലോഗോ, വാട്ട് ഈസ് ദ സൈൻ, എവറിത്തിങ് വി നോ. സോ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ അസ് ടു ഡിസൈഡ് ദ ബ്രാൻഡ് ഓർ ഐഡൻറ്റിഫൈ ദ ബ്രാൻഡ് വിത്ത് ദി സിംബോളിക് ഡിസൈൻ. സോ ഫസ്റ്റ് നമ്മൾ അതിനെ ക്യാച്ച് ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ചിരുന്ന സാധനത്തിൽ തന്നെ ക്യാച്ച് ചെയ്യും. വി വിൽ നോട്ട് ബി മൂവിങ് ഓൺ ടു എനി അതർ പ്രൊഡക്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, സിഗ്നൽ ഓഫ് ക്വാളിറ്റി. ബ്രാൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഇസ് ഓഫ് ഹയർ ക്വാളിറ്റി. വി ഓൾവേസ് ഹിയർ ദാറ്റ് ബോയ്സ് എപ്പോഴും ബ്രാൻഡഡ് പ്രൊഡക്ട്സേ വാങ്ങുള്ളൂ. ബ്രാൻഡഡ് ഷർട്ട്സ്, ബ്രാൻഡഡ് പാൻസ്, ബ്രാൻഡഡ് ഷൂസ്, അങ്ങനെ എല്ലാം ബ്രാൻഡഡാണ് നോക്കുന്നത്. ബിക്കോസ് ദേ നോ ദാറ്റ് ദ ക്വാളിറ്റി വിൽ ബി ഹയർ. ദേ വിൽ ബി യൂസിങ് ഇറ്റ് റെഗുലർ. നല്ല യൂസുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ലേഡീസിന് അങ്ങനെയല്ല, നമുക്ക് റിപ്പീറ്റ് ഇടാൻ ഇഷ്ടമല്ല. വി വിൽ ബി ചേഞ്ചിങ് ഓൺ ഫ്രം വൺ കോസ്റ്റ്യൂം ടു അനദർ, വൺ ഡ്രസ് ടു അനദർ, വൺ ഓർണമെൻറ്റ് വിത്ത് അതർ. സോ ഫോർ us ബ്രാൻഡ് ഇസ് നോട്ട് എ മാറ്റർ, ബട്ട് ഫോർ ബോയ്സ് ഇറ്റ് വിൽ ബി. ദാറ്റ് ഈസ് എപ്പോഴും അതിൻ്റെ ബ്രാൻഡ് പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ദ മെയിൻ ഫങ്ഷൻ. ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് റിലേറ്റഡ് ടു ദ കൺസ്യൂമേഴ്സ്. Now, if it is related to the manufacturers, what are they? So, relating to the customers, first one is identification of tracing. That is, what is meant by tracing? Means live. That is, it is to
identify of simplify handling. Brands carry out the function of recognizing, which implies the task of handling and tracking down products in an organization. ഒരു മാനുഫാക്ചറിന് അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ പ്രൊഡക്റ്റ് അതിൻ്റെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് നോക്കി ഇൻവെൻട്രി മാനേജ്മെൻ്റ് എല്ലാം നല്ലപോലെ അല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ബ്രാൻഡ് യൂസ്ഡ് ആണ്. സെക്കൻഡ് വൺ, ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി യുണീക്ക് ഫീച്ചേഴ്സ്. നമുക്കറിയാം ഒരു ബ്രാൻഡഡ് പ്രൊഡക്ട്സ്, ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് അല്ലേ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. ഐ ഹോപ്പ് ദാറ്റ് യു നോ വാട്ട് ഇസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പക്ഷേ നമ്മളുടെ ഒരു പ്രൊഡക്റ്റിന് ബ്രാൻഡ് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് മാത്രമേ മാനുഫാക്ചർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സമ്മതത്തോടെ മാത്രമേ വേറൊരാൾക്ക് മാനുഫാക്ചർ ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ ഒക്കെ ഉള്ള കഴിവുള്ളൂ. അതല്ല നമ്മളറിയാണ്ട് അവർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സ്യൂ എ കേസ് അഗെയിൻസ്റ്റ് ദം. അങ്ങനെയുള്ള പ്രൊഡക്റ്റിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി റൈറ്റാണ് ബ്രാൻഡ്. ഒരു ബ്രാൻഡ് ആക്കി കഴിഞ്ഞാൽ അതിന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് വരും, യുണീക്കായിട്ടുള്ള ലീഗൽ ഫീച്ചേഴ്സാണ്. എപ്പോഴും അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മാനുഫാക്ചർ. ഹി ഹാസ് ദ കംപ്ലീറ്റ് പവർ ടു പ്രൊഡ്യൂസ് ഓർ എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ദോസ് പ്രോഡക്ട്സ്. തേർഡ് വൺ ഈസ് സിഗ്നൽ ഓഫ് ക്വാളിറ്റി ലെവൽ ടു സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് കാണിക്കും ഞങ്ങളുടെ പ്രൊഡക്റ്റ് ബ്രാൻഡഡ് പ്രൊഡക്റ്റാണ് എന്നുള്ളത് നമുക്ക് വിശ്വാസത്തോടെ പറയാം. ബിക്കോസ് വി നോ ദാറ്റ് ദ ക്വാളിറ്റി ലെവൽ ഈസ് ഓൾവേസ് അഷ്വർഡ് ഇൻ അവർ ബ്രാൻഡഡ് പ്രൊഡക്റ്റ്. ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കസ്റ്റമേഴ്സിന് തരുന്നതെന്ന് പറയാം. നെക്സ്റ്റ് വൺ, എൻഡോവിങ് പ്രൊഡക്ട്സ് വിത്ത് യുണീക്ക് അസോസിയേഷൻ. എന്നുവെച്ചാൽ നമുക്ക് എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സൊക്കെ പ്രൊഡക്റ്റിന് കൂടെ കൊടുക്കാം. ബ്രാൻഡഡ് പ്രൊഡക്റ്റിന് എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുത്തിട്ട് നമുക്ക് പറയാം അത് ബ്രാൻഡഡ് പ്രൊഡക്റ്റ് അല്ലേ, അങ്ങനെയാണ് അതിന് ഇത്ര യുണീക്നെസ് വന്നത് എന്നൊക്കെ പറയാം. എന്നുവെച്ചാൽ ഒലെ എന്ന് പറഞ്ഞ ക്രീം, ഇറ്റ് ഈസ് എ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് യു നോ, ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ദ സിംഗിൾ ക്രീം. ആൻറ്റി ഏജിങ് ക്രീം എന്ന് പറഞ്ഞ് വന്നത് ആദ്യമായിട്ട് ഒലയ്ക്കാണ്. ഇൻ അതർ ഇറ്റ് ഹാവിങ് കം, എനിക്ക് തോന്നുന്നു വേറെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇല്ല, ആൻറ്റി ഏജിങ് പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. ബട്ട് ഇനീഷ്യലി they were the ones who introduced that product. ആ സമയത്ത് അതൊരു എക്സ്ട്രാ ഫീച്ചറായിട്ടാണ് പ്രൊഡക്റ്റ് കൊടുത്തത്. എന്നത് ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയി. ദേ തോട്ട് ദാറ്റ് ഇറ്റ് ഇസ് വെരി ഗുഡ് ആൻഡ് ദേ പർച്ചേസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ലീഡ്സ് ടു ദി പ്രോഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു. ദാറ്റ് ഈസ് എൻഡോവിങ് പ്രൊഡക്ട്സ് വിത്ത് യുണീക്ക് അസോസിയേഷൻ. യുണീക്ക് ഫീച്ചേഴ്സ് കൊടുത്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ യുണീക്കാക്കി വയ്ക്കുക. ആൻഡ് സോഴ്സസ് ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എപ്പോഴും നമ്മുടെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നോർമൽ പ്രൊഡക്റ്റിനേക്കാളും വില കൂടുതലാണ്. വില കൂടുതലെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ വാല്യൂ കൂടുതലാണ്. ദേ ഓൾവേസ് ബിലീവ് ദാറ്റ് അവർ പ്രൊഡക്ട്സ്, ദാറ്റ് ഇസ് ബ്രാൻഡഡ് പ്രൊഡക്ട്സ്, വിൽ ബി ദ സുപ്പീരിയർ ക്വാളിറ്റി അതർ ഓൺ കൺസിഡറിങ് വിത്ത് അതർ പ്രൊഡക്ട്സ് ഇഫ് ഇറ്റ് മേ ഓർ മേ നോട്ട് ബി. അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ അതൊരു വിശ്വാസമാണ്, നമുക്ക് അങ്ങനെ തോന്നും. ബിക്കോസ് ഇറ്റ് ഈസ് ദ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് എ പ്രൊഡക്റ്റ്. ബ്രാൻഡ് ആവുന്ന എന്നുള്ളത് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, സോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ റിട്ടേൺസ്. ഫിനാൻഷ്യൽ റിട്ടേൺസിന് നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് എടുക്കാം. എന്ന് വെച്ചാൽ 10% ഓഫ് ദ വാല്യൂ. FMCG കമ്പനികളൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടൊക്കെ പറയും നമ്മുടെ പ്രൊഡക്ട്സിനെ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അതൊരു ബ്രാൻഡഡ് പ്രൊഡക്റ്റും കൂടിയാണെങ്കിൽ എപ്പോഴും ഗുഡ് വിൽ ആയിരിക്കും കൊണ്ടുവരുന്നത്. ഓക്കെ, ദിസ് ഈസ് അനദർ വൺ. ഫിനാൻഷ്യൽ റിട്ടേൺസ് നമുക്ക് കംപ്ലീറ്റ് വിശ്വസിക്കാം. ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റിന് എവിടെ നിന്നും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദീസ് ആർ ദി മേജർ ഫങ്ഷൻസ് ഓഫ് ദ ബ്രാൻഡ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ കൺസ്യൂമേഴ്സ് ആൻഡ് റിലേറ്റഡ് ടു ദ മാനുഫാക്ചേഴ്സ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു, അപ്പം നമ്മൾ ബ്രാൻഡ് എന്താണെന്ന് പറഞ്ഞു, ബ്രാൻഡ് എന്താണെന്ന് പറഞ്ഞു, ഫങ്ഷൻസ് ഓഫ് ബ്രാൻഡിങ് പറഞ്ഞു അല്ലേ. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ടൈപ്സ് ഓഫ് ബ്രാൻഡ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് ആണുള്ളത് എന്നുള്ളത് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. So, on the basis of or according to the ownership, we are classifying the brands into two categories. That is manufacturer's brand and the second one middleman's brand. So, ownership ബേസ് ചെയ്ത് വെച്ചാൽ ഏത് ആർക്കാണിത് ഓണർ ആയിട്ടുള്ള, ആരാണിത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആരുടെ പേരിലാണ് ബ്രാൻഡ് അറിയപ്പെടുന്നതിന് ബേസ് ചെയ്ത് രണ്ട്, മാനുഫാക്ചേഴ്സ് ആൻഡ് മിഡിൽമെൻസ്. So, in manufacturer's brand, അതെന്താണ്? When the name of the manufacturer or the product is used for branding the product, it is called manufacturer's brand. ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പേരാണ് ബ്രാൻഡിൽ വരുന്നതെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ സിയുടെ പറ്റിയിട്ടുള്ള എല്ലാം, സാംസങ്ങിൻ്റെ AC ഉണ്ടെങ്കിൽ അത് സാംസങ് AC, ലോയിഡ് AC, ബ്ലൂ സ്റ്റാർ AC ഓർ എനി അതർ, അങ്ങനെ പലതും പറയുന്നത് അതാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ
മാനുഫാക്ചേഴ്സ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇഫ് ദ മാനുഫാക്ചേഴ്സ് നെയിം ഈസ് ഗിവൺ ആസ് യൂസ് ഫോർ ദി ബ്രാൻഡിങ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇറ്റ് ഇസ് കോൾഡ് മാനുഫാക്ചേഴ്സ് ബ്രാൻഡ്. വെറാസ് ദ മാനുഫാക്ചർ ഒന്നാണെങ്കിലും ദ മിഡിൽ മാൻസ് നെയിം ഈസ് ഗിവൺ ഫോർ ദി ബ്രാൻഡ് ഇറ്റ് ഇസ് കോൾഡ് മിഡിൽ മാൻസ് ബ്രാൻഡ്. എന്നുവെച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഹൈപ്പർ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മഞ്ഞളിലെ പ്രൊഡക്റ്റ് ഓർ വാൾമാർട്ട് എന്നുള്ളതൊരു ഡീലറാണ്. ഇറ്റ് ഈസ് എ കോർപ്പറേഷൻ. ഈ ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പേരിലാണ് കുറേ പ്രൊഡക്ട്സ് വിൽക്കുന്നത്. അതിൻ്റെ ഒന്നും മാനുഫാക്ചറിനെ അറിയുന്നില്ല. വാൾമാർട്ടിൻ്റെ പ്രൊഡക്ട്സ് എന്നുള്ള രീതി വിൽക്കുമ്പോഴും പ്രൊഡക്റ്റ് നല്ല സെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെസ്റ്റ് പ്രൈസിൻ്റെ പ്രൊഡക്റ്റ്, ആമസോണിൻ്റെ പ്രൊഡക്ട്സ്, ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു മിഡിൽ മാൻ ആയി കളിക്കുന്ന ആൾക്കാരുടെ പേരിലാണ് ആ പ്രൊഡക്റ്റ് വിറ്റ് പോണേ. അതിനെയാണ് മിഡിൽ മാൻ ബ്രാൻഡ് എന്ന്. ഫോർ ബെസ്റ്റ് എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അങ്ങനെ പറയുന്ന കമ്പനീസാണ്. അവരൊരു മിഡിൽ മാൻ മാത്രമാണ്, പക്ഷേ അവരുടെ പേരിലാണ് പ്രൊഡക്റ്റ് വിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ദി മിഡിൽ മാൻസ് ബ്രാൻഡ്. ഓക്കെ, അതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ്. സോ ഓൺ ദ ബേസ് ഓഫ് ദ മാർക്കറ്റ് ഏരിയ, ടാർഗറ്റ് മാർക്കറ്റ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് ബ്രാൻഡെങ്കിൽ, ഫസ്റ്റ് വൺ ഇസ് ലോക്കൽ ബ്രാൻഡ്. ദാറ്റ് ഈസ് ദ ബ്രാൻഡ്സ് വിച്ച് ആർ ഡിസൈഡഡ് കീപ്പിംഗ് ദ ലോക്കൽ മാർക്കറ്റ്സ് ഇൻ മൈൻഡ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇമ്മീഡിയറ്റ് മാർക്കറ്റായിട്ടുള്ള വില്ലേജ് മാർക്കറ്റ്, പഞ്ചായത്ത്, അവിടെയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബ്രാൻഡില്ലേ. ഇപ്പം പപ്പടത്തിന് ഗുരുവായൂർ പപ്പടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിൽക്കുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ്, ദാറ്റ് ഈസ് only meant for the nearby dealers or nearby customers. Such products are called local brand, or such brands are called local brands. Next one is provincial brand. Provincial brand means the brand name is decided for a particular state or a province. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ടോ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റില്ലേ, അതിനെയാണ് പ്രൊവിൻഷ്യൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. അതാണ് സിംഗിൾ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസ് ഉണ്ടാവും. ഓക്കെ, ആ ഏരിയയിലുള്ളത് ഇപ്പം നമ്മുടെ സൗത്തിലേക്കുള്ളതാണെങ്കിൽ സൗത്തിൻ്റെ ബേസിലുള്ള ഒരു പേരായിരിക്കും ആ പ്രൊഡക്റ്റിന്, നോർത്തിലേക്കാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ബ്രാൻഡിൻ്റെ പേര് മാറുന്നത്. അങ്ങനെയുള്ളതിനെയാണ് പ്രൊവിൻഷ്യൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ ഈസ് റീജിയണൽ ബ്രാൻഡ്. ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഇസ് മെൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ റീജിയൻ, ഒരു പെർട്ടിക്കുലർ റീജിയൻ മാത്രം. പ്രൊവിൻഷ്യൽ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റാണ്. ഇപ്പോൾ കേരളക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്രാൻഡ് വരുന്നു, തമിഴ്നാടിന് വേണ്ടിയിട്ടൊരു ബ്രാൻഡ് വരുന്നു, കർണാടകയ്ക്ക് വേണ്ടി വേറൊരു ബ്രാൻഡ് വരുന്നു. അങ്ങനെയുള്ളത് പ്രൊവിൻഷ്യൽ. അതെല്ലാം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സെൻട്രൽ എന്ന രീതിയിൽ നമ്മൾ റീജിയനെ ക്ലാസിഫൈ ചെയ്ത് ഓരോ റീജിയനായിട്ട് നമ്മൾ ബ്രാൻഡ് നെയിം കൊടുക്കുന്നെങ്കിൽ അത് റീജിയണൽ ബ്രാൻഡ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ ബ്രാൻഡ്. നമ്മുടെ കൺട്രി ആസ് എ ഹോൾ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് നെയിം ആണെങ്കിൽ അതിനെ നമ്മൾ നോർമൽ ബ്രാൻഡ് എന്ന് പറയും. ആൻഡ് ദ ലാസ്റ്റ് ഇൻ്റർനാഷണൽ ഗ്ലോബൽ ബ്രാൻഡ്. ദാറ്റ് ഈസ് ഇഫ് അവർ ബ്രാൻഡ് ഈസ് ട്രാവലിംഗ് ഓൾ റൗണ്ട് ദ വേൾഡ്, എല്ലായിടത്തും അറിയുന്നൊരു ബ്രാൻഡ്, അങ്ങനെയാണെങ്കിൽ അതിനെ ഗ്ലോബൽ ബ്രാൻഡ് എന്ന് പറയും. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ എന്ന് വെച്ചാൽ ഗ്ലോബൽ ബ്രാൻഡിലാണ് വരുന്നത്. ബട്ട് അതർ സ്മോളർ വൺസ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ global one. Okay, that is in our country is not included in any of the global scenario. Okay, so this is the market area classification: local brand, provincial brand, regional brand, national brand, and international or global brand. So next classification vana based on the products, that is the number of products ine base ചെയ്ത് നമ്മൾ എങ്ങനെ classify ചെയ്യും or brand-നെ. First one is family brand. When all the products of a company are marketed with the same brand name in different market segments, it is called family brand. റിലയൻസ് ഗ്രൂപ്പ് എന്ന പരസ്യം തന്നെ, പക്ഷേ റിലയൻസിൻ്റെ പല ഏരിയയിൽ പല രീതിയിലാണ് പോകുന്നത്. റിലയൻസ് പെട്രോ കെമിക്കൽസ് ഉണ്ട്, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റിലയൻസ് റീറ്റെയിൽ ഉണ്ട്, റിലയൻസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഓരോരുത്തും ഒരേ പേര് ഉപയോഗിക്കുന്നു, റിലയൻസ് എന്നുള്ള ഫാമിലി നെയിം മാത്രമേ യൂസ് ചെയ്യുന്നു. ബട്ട് വി ആർ സെല്ലിങ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഓർ ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ട്സ് എത്തിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് ഫാമിലി ബ്രാൻഡ്. Second one is product line brand. That is, when a company decides to give different names to different product lines, then it follows product line branding. ഓരോന്നിനും ഓരോരോ പേര് കൊടുക്കുക. ഇപ്പോൾ
അവർ പ്രൊഡക്ട്സ് നമ്മളുടെ ഒരു ആൾക്കാരുടെ പ്രൊഡക്ട്സ് ആണ് സോപ്പും ബെവറേജും ഡിറ്റർജൻസും ഒക്കെ. ബട്ട് ഇഫ് യു ആർ യൂസിങ് ദ സെയിം ബ്രാൻഡ് നെയിം ഫോർ ദി സെയിം വൺ ഫോർ ഓൾ ദ പ്രൊഡക്ട്സ്, ഇറ്റ് വോണ്ട് റീച്ച് ദ മാർക്കറ്റ്. അപ്പോൾ പ്രൊഡക്റ്റ് ലൈനിലുള്ള ഓരോ പ്രൊഡക്റ്റിനും ഓരോരോ പേര് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ്, ദാറ്റ് ഈസ് ഓരോരോ ബ്രാൻഡ് നെയിം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് product line brand. And the last one is individual brand. That is, when a company use different names for the products in the same product line, then it is called individual branding. ഓരോ പ്രൊഡക്റ്റിനും ഓരോന്ന് എടുക്കുന്നത്. ഇപ്പോൾ HUL സോപ്പിൽ തന്നെ പല സോപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേരിടുന്നില്ലേ, ലൈഫ് ബോയ് ഓർ റോക്സോണ, വിവൽ എക്സെട്ര. സോ that is called the individual brand, or the last of the product based on the product number of products. We are classifying into 3: family brand, product line brand and individual brand. Family brand ഒരേ ഫാമിലിയിലുള്ളതിൽ പല പ്രൊഡക്റ്റ് ഉണ്ടാവും. പ്രൊഡക്റ്റ് ലൈൻ ബ്രാൻഡ് ഒരേ പ്രൊഡക്റ്റ് ലൈൻ കോസ്മെറ്റിക്സ് എന്ന കാറ്റഗറിയിൽ വരുന്നു. ഇൻഡിവിജ്വൽ ബ്രാൻഡ് ഈച്ച് based. So these are the 3 types. The last one is according to the use. That the first one, fighting brand. These brands are launched in the market with a significant difference from the brands that are already being offered by the competitors of the company. കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രാൻഡിന് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിഫറെൻ്റ് ആയിട്ടാണെങ്കിൽ അതിനെ ആണ് ഫൈറ്റിംഗ് ബ്രാൻഡ് എന്ന് വെച്ചാൽ. എപ്പോഴും കോമ്പറ്റീറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനായിരിക്കും, പക്ഷേ എന്തൊരു ഡിഫറൻസിങ് നമ്മൾ വരുന്നു, അതാണ് ഫൈറ്റിംഗ് ബ്രാൻഡ്. സെക്കൻഡ് വൺ, കോമ്പറ്റീറ്റീവ് ബ്രാൻഡ്. ദാറ്റ് ഈസ് It is on the other hand fight for the same positioning in the market and does not give any significant difference. Any special difference ഒന്നുമില്ല, നോർമൽ. ഇപ്പം Rexona, Lux, Pierce, Doe, ഇതിനൊന്നും ഡിഫറൻസ് ഇല്ലല്ലോ. അങ്ങനെയുള്ളത് കോമ്പറ്റീറ്റീവ് ബ്രാൻഡ്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്, മാർക്കറ്റ് ഏരിയ, പ്രൊഡക്ട്സ് ആൻഡ് യൂസ്. സോ നിങ്ങൾക്ക് ഒരു ചെറിയ നോട്ടായിട്ട് നിങ്ങൾ എഴുതേണ്ടത് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് എന്നുള്ളതിൽ മാർക്കറ്റ് ഏരിയ ബേസ് ചെയ്തും പ്രൊഡക്റ്റ് ബേസ് ചെയ്തും പ്രൊഡക്റ്റിൻ്റെ നമ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒരു ചെറിയ നോട്ടായിട്ട് യു ഷുഡ് റൈറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുക. സോ ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ് വാട്ട് ഇസ് മെൻ ബൈ product innovation, then what is brand, what is the functions of brand, then the types of brands. Okay, so for today that's all for the day. Anything doubts, message here. So thank you. Meet you in the next lecture.